ഹേ ഹലോ വെൽക്കം ടു ജിൻക വ്ളോഗ്സ്. ഇത് ശരവണ ഭവൻ, എല്ലാവർക്കും അറിയാലോ. ഇമാർ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കി. എൻ്റെ അമ്പോ, ബെർലിനിൽ വിശന്ന് പൊരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ നമുക്ക് നല്ല ദോശയുടെയും ഇഡ്ഡലിയുടെയും സാമ്പാറിൻ്റെയൊക്കെ നല്ല മണം നേരെ വെച്ച് പിടിച്ചിങ്ങോട്ട് കയറി. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള പോലെയല്ല, ഇച്ചിരി മോഡേൺ ആണ്. ഷെൽഫിലൊക്കെ ഇരിക്കുന്ന സംഭവങ്ങൾ കണ്ടില്ലേ, അതാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. സായിപ്പുമാരൊക്കെ നല്ല സ്പൂണും ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ദോശയും വടയൊക്കെ കഴിക്കുന്നത്. ഇതാണ് ബ്രിസോയുടെ കുടുംബം. ഇവനാണ് ഇവിടെ ശരവണ ഭവൻ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഇവരുടെ മെനു വന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ 12, 10, 19. പക്ഷെ ഇതൊക്കെ യൂറോയിലാട്ടോ. അവർക്കത് ചീപ്പാണ്, നമുക്ക് ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും. താലി മീൽസിനൊക്കെ വെറും 1800, 2000 രൂപ. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മസാല ദോശ ഇവിടെ എത്തിയിരിക്കുന്നു. നല്ല മൊരിഞ്ഞ മസാല ദോശ, കുറേ ചട്നികളും സാമ്പാറുകളൊക്കെ ഉണ്ട്, കറികളൊക്കെ കൂടുതലാണ്. ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് ബ്രീസോയ്ക്കും അവക്കും വീണ്ടും വിശപ്പ്. അങ്ങനെ അവരൊരു പൂരി ഓർഡർ ചെയ്തു. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പുറയിലൊരു ചേട്ടൻ ഭയങ്കര ചിരി. പുള്ളിയെ നമുക്ക് പരിചയപ്പെടാം. പുള്ളി ശരവണ ഭവൻ്റെ മാനേജറാണ്. അവൻ പുള്ളിയോട് ചോദിച്ചു, ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തോട്ടെ എന്ന്. പുള്ളി ഒന്ന് എടുത്തോ, അപ്പോൾ എന്നെയും കൂടി ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചു. പിന്നെന്താന്ന് ഞാൻ അപ്പം പുള്ളിയുടെ പെർമിഷനോട് കൂടി ഞാൻ അവരുടെ കിച്ചൻ്റെ ഒക്കെ വീഡിയോ എടുത്തു. ശരവണ ഭവൻ വേൾഡ്സ് നമ്പർ 1 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ചെയിനാണ്. അപ്പം സായിപ്പും മദാമ്മമാരും എല്ലാവരും ഉണ്ട്. നല്ല തിരക്കാട്ടോ, നല്ല ക്രൗഡഡ് ആണ്. അപ്പം ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം വരാൻ. അപ്പോൾ അവരുടെ കിച്ചണൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പോൾ ഒരു അമ്മാമ്മ ഇവിടെ എടുക്കാൻ പറ്റില്ല, പൊക്കോ ഒന്ന് ഓടിച്ചു വിട്ടു. പക്ഷേ ഞാൻ പുള്ളിയുടെ പെർമിഷൻ ചോദിച്ചായിരുന്നു. ഇനി നമുക്ക് പുള്ളിയെ പരിചയപ്പെടാം. പുള്ളി കുറേ കൊല്ലങ്ങളായിട്ട് ശരവണ ഭവൻ്റെ മാനേജറാണ്. സർപ്രൈസിംഗ്ലി പുള്ളി മലയാളിയുമാണ്. ഞാനിവിടെ ശരവണയിൽ ഏതാണ്ട് 38 കൊല്ലമായിട്ട് ജോലി എടുക്കുന്നു. ഇവിടെ ബെർലിനില്ല, പല കൺട്രിയിലും പോയിട്ട് വന്നിട്ട് ഇപ്പൊ ജർമ്മനിൽ 3.5 കൊല്ലമായി. അത് ഇവിടുത്തെ നമുക്ക് എല്ലാ നമ്മുടെ ഇന്ത്യൻ ഫുഡും കിട്ടും. സൗത്ത് ഇന്ത്യൻ ഫുഡിൽ ഇഡ്ഡലി, വട, ദോശ, മസാല ദോശ, മിനി ഇഡ്ഡലി എല്ലാം കിട്ടും. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് ഐറ്റംസ്. പിന്നെ നമുക്ക് സ്പെഷ്യാലിറ്റി ദോശ എന്ന് പറഞ്ഞിട്ടുണ്ട്. പനീർ ബട്ടർ ചീസ് മസാല, കോളിഫ്ലവർ റോസ്റ്റ്, അങ്ങനെ മഷ്റൂം ചീസ് മസാല, പാലക് പനീർ ചീസ്, അത് സ്പെഷ്യാലിറ്റി ദോശസ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഡ്രിങ്ക്സിൽ മാംഗോ ലസ്സി നമ്മുടെ സ്പെഷ്യാലിറ്റിയാണ്. ഡ്രിങ്ക്സിന് വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു. ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാമോ? ഇത് ബെർലിനില് പോട്ട്സ്ഡാമർ പ്ലാറ്റ്സ് എന്ന് പറയും. നമ്മുടെ ഇവിടെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ ബോണാഫ് എന്ന് പറയും, പോട്ട്സ്ഡാമർ ബോണാഫ് എന്ന് പറയുന്നത് ജർമ്മനിൽ. അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്പർ 5 പോട്ട്സ്ഡാമർ പ്ലാറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് യൂറോപ്പിൽ വന്നിട്ട് നല്ല മുരിഞ്ഞ മസാല ദോശയൊക്കെ കഴിക്കണമെങ്കിൽ ശരവണ ഭവനിലോട്ട് പോരെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ മാംഗോ ലസ്സിയും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ മാംഗോ ലസ്സി നമ്മൾ കുടിച്ചു. അടിപൊളിയാണ്. ഇതാണ് ആ സാധനം, അടിപൊളിയാട്ടോ. പിന്നെ എന്നെ ഇവിടെയൊക്കെ കറക്കി കാണിച്ചത് നിങ്ങൾക്കും ഒരുപാട് നന്ദി.